മുട്ടിൽ മരമുറി വഞ്ചന കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി ഈ മാസം 30-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. 2 പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം 1-ാം പ്രതി റോജി അഗസ്റ്റിൻ നേരിട്ട് ഹാജരാകണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത്? എന്തായാലും നല്ല വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയതാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള റോജി അഗസ്റ്റിൻ. അതായത് തങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പൊന്നുമില്ല, അറസ്റ്റ് വാറൻ്റ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി. പക്ഷേ ഇന്ന് കോടതിയിൽ സംഭവിച്ചത് തിരിച്ചാണ്. വഞ്ചന കേസ് വലിയ തിരിച്ചടിയാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കോടതിയിൽ നിന്നുണ്ടായത്. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. ഡാനി, വിവരങ്ങൾ. ടോം, ഇതിൽ ഈ അഗസ്റ്റിൻ സഹോദരന്മാരെ തുടക്കം മുതൽ ഉന്നയിക്കുന്നത് ഈ ചോറ്റാനിക്കര കോടതിക്ക് പരിഗണിക്കാൻ ഒരു അധികാരം ഇല്ലാത്തതാണ്. കാരണം ഇത് വയനാട്ടിൽ നിന്ന് സംഭവിച്ചതാണ്. വയനാട് കോടതിയിലാണ് ഇത് പരിഗണിക്കേണ്ടതെന്നായിരുന്നു തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി ആവശ്യം നിരാകരിക്കുകയും ഇപ്പോൾ ഇത് വിചാരണ കോടതിയെ തന്നെ സമീപിക്കാൻ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും വിചാരണ കോടതിയിലേക്ക്, ചോറ്റാനിക്കര കോടതിയിലേക്ക് വരികയും ചോറ്റാനിക്കര കോടതിയിലായിരുന്നു വീണ്ടും ഇത് പരിഗണിക്കുകയും ചെയ്തത്. ഇത് ചോറ്റാനിക്കര കോടതിയുടെ, മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിയിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് വിചാരണ നടപടികൾ ഇവിടെ തന്നെ തുടരുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയുള്ളത് ഈ മാസം 31-ന് ഹാജരായിട്ട് ഇതിൻ്റെ കുറ്റം അടക്കം വായിച്ചു കേൾക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യും. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകും. അതിൽ ഈ പ്രതികൾ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ മറ്റൊരു കാര്യം കൂടി ഉന്നയിച്ചിരുന്നു. അത് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അത് വീഡിയോ കോൺഫറൻസ് വഴി ആക്കണം എന്ന കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിൽ കോടതി 1-ാം പ്രതിയോട് കോടതിയിൽ ഹാജരാകാനും മറ്റ് 2 പ്രതികളോട് ഇതിൽ ഓൺലൈനായി മതി എന്ന അവരെ ഓൺലൈനായി കോടതിയെ അഭിമുഖീകരിക്കുക എന്ന രീതിയിലേക്ക് അനുവാദം നൽകുകയും ചെയ്തു. അതനുസരിച്ച് 1-ാം പ്രതി റോജി അഗസ്റ്റിൻ കോടതിയിൽ ഹാജരാകണം. അദ്ദേഹം ഇന്നും കോടതിയിൽ ഹാജരായിരുന്നു. കോടതിയിൽ ഹാജരാകണം. മറ്റ് പ്രതികളായ 2-3 പ്രതികളായ ജോസുകുട്ടി അഗസ്റ്റിനും അതോടൊപ്പം തന്നെയാണ് ആൻഡോ അഗസ്റ്റിനും ഇത് ഓൺലൈനായിട്ട് കോടതിയെ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.